ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. എൻ്റെ കൃഷിത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 50 സെൻറ്റിലാണ് എൻ്റെ വാഴ. 250 വാഴയുണ്ട്. 3 തരം വാഴകളുണ്ട്. 2 മാസം, 4 മാസം, 6 മാസമായ വാഴകളാണുള്ളത്. എൻ്റെ ഇടയിൽ കൊല വന്ന വാഴകളും കുറച്ച് നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് പിസ്ത അങ്ങനെ 10-30 ഫ്രൂട്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ്ട വഴുതനയൊക്കെ ഉണ്ട്. പച്ചക്കറികൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അധികം വാഴ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച് കുറച്ച് പച്ചക്കറികളും കൂടി നടാമെന്ന്. അങ്ങനെ ഞാൻ പച്ചക്കറികളൊക്കെ നട്ട്. ഇതാണ്ട മുളകൊക്കെ പിച്ചുന്നുണ്ട് ഡെയിലി. അതുകൊണ്ടാണ് തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി, വഴുതന, അങ്ങനെ ഇത് ഫുൾ പറമ്പ് പച്ചക്കറികളാണ്. നോക്കിയാൽ ഒരു സ്ഥലം പോലും വിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം പൂത്ത് ഓൾറെഡി ഇതിൽ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. തക്കാളി പൂ വന്നിട്ടുണ്ട്. ഇതെവിടെ എല്ലാം തക്കാളി, ഒരു സ്ഥലം പോലും. ഇത് തേൻവരിക്കയാണ്. കറിവേപ്പിലയുണ്ട്. ഇതാണ്ട തക്കാളി, പപ്പയ്ക്ക ഉണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഫുൾ. ഞാനോർത്ത് വെറുതെ ഇട്ടിരിക്കുന്നതിൽ നല്ലത് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ 10-200 രൂപ ദിവസവും കിട്ടുന്നുണ്ട്. 200 അല്ല, അത് ചില സമയങ്ങളിൽ കൂടുതലും കിട്ടുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഇതാണ്ട പാവലും പടവലവും ഇതാണ്ട വഴുതനങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ? വഴുതനങ്ങയൊക്കെ ഫുൾ പറമ്പിൽ ഞാൻ ചെയ്തു. എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ 8 മാസം അതിന് വളവും ഇട്ട് ജോലിക്കാരന് പൈസയും കൊടുത്ത് നമ്മളിടുന്നതിലും നല്ലത് ഈച്ച് ആൻഡ് എവരി പ്ലേസ്. ചീരയുണ്ട്. അങ്ങനെ എന്താണ്ട കുരുമുളക്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. എനിക്കിപ്പോൾ സന്തോഷമായി. എന്ന് വെച്ചാൽ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി. ഇത്തിരി ഇതൊക്കെ ഉണ്ട്. പുല്ലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ പറിക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മീൻകുളമാണ്. തിലോപ്പിയ 100 എണ്ണം അതിനകത്തുണ്ട്. എന്താ പിന്നെ ഇത് റംബുട്ടാൻ 2 മരമുണ്ട്. ചെറുനാരങ്ങ, ഇതാണ്ട പച്ചമുളകൊക്കെ നിർത്തിയിരിക്കുന്ന കണ്ടില്ലേ? എല്ലാം നല്ല നീറ്റായിട്ട് കമ്പ് വെച്ച് കെട്ടി എല്ലാം ഭംഗിയായിട്ട്. അതിൻ്റെ ഇടയിലൊരു ഓർക്കിഡ് തോട്ടമുണ്ട്. ഉണ്ട് ഓർക്കിഡ് തോട്ടം. അതിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിനൊത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കണ്ടോ പൂക്കൾ, പലതരം പൂക്കൾ. ഇവിടെ എല്ലാം പൂക്കളുണ്ട്. ഇതാണ്ട നമ്മുടെ ഡാൻസിങ് ഗേൾ. അങ്ങനെ എൻ്റെ പറമ്പ് ചുറ്റും ഞാൻ ഒരു എനർജറ്റിക് ആയിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊത്തിരി പാടുണ്ട്. ഇവിടെയൊക്കെ അസോളയുണ്ട്. നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട് അസോള ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അസോള അതിനകത്ത് ആമ്പലും ഉണ്ട്. ആമ്പൽ പൂവിടർന്ന് നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് വെയിൽ കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ളത് കൊണ്ട് അത് നമുക്കൊരു പ്രയോജനമായി. വേണ്ട ആമ്പൽ നിൽക്കുന്നുണ്ടോ? ഇവിടെ അസോള വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ഓടിച്ചിട്ട് കാണിക്കുകയാണ്. മേളിൽ കോഴിയുണ്ട്. പിന്നെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പറമ്പ്. ഒരു ഭാഗം ഒരു 10-20 സെൻറ്റ് കുതിരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കണത്. മോൻ്റെ താവളമാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിനെ ശരിയാക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്നുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ മാതൃക പ്രദർശന തോട്ടമാണിത്. എൻ്റെ ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ വാഴ, ഇതെല്ലാം വഴുതന. ഇത് സീഡ്ലെസ് ലെമൺ. ഇതെല്ലാം വാഴയാണ്. പപ്പയ്ക്ക ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ എല്ലാം ഒരു സ്ഥലം ഞാൻ വെറുതെ വിട്ടില്ല.
അതിൻ്റെ ഇടയിൽ പൂക്കളും ഭംഗിക്ക് ഉണ്ട്. ഈ ഫ്രൂട്ട്സിൻ്റെ ചില ഫ്രൂട്ട്സിൻ്റെ പേരും അറിയില്ല നമുക്ക്. മാവും ഉണ്ട്, മുല്ലയുണ്ട്, അന്തൂറിയം, ഇതാണ്ട പച്ചമുളകൊക്കെ ഇവിടെ. ഞാനപ്പം ആരോ ഇവിടെ വന്നിട്ട് പറഞ്ഞ് കാല് ചവിട്ടാൻ സ്ഥലമില്ലാതെ പിന്നെ ചേച്ചി കൃഷി ചെയ്തിരിക്കുവാന്ന്. അതെനിക്ക് തോന്നി. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വെറുതെ നമ്മൾ പിന്നെ വാഴയെന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞ് നമുക്കൊന്നും 10 പൈസ കിട്ടത്തില്ല. അതിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഒരു 100-500 രൂപ ദിവസം കിട്ടത്തക്ക വിധത്തിലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പം എല്ലാം എൻ്റെ വാഴത്തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ കൊല്ലത്ത് മയ്യനാട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. താങ്ക് യു.